1981 ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര സിദ്ധാർത്ഥിലൂടെ വീണ്ടും പുനർജനിക്കുകയാണ്. അച്ഛനിപ്പോൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ഉപദേശം നൽകുമായിരുന്നു? ട്രൂ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ജെന്യൂനായിട്ട്, അല്ലാതെ വേറെ ആൾക്കാരെ പറ്റിക്കാനായിട്ടുള്ള പരിപാടി വേണ്ടതെന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം അത്രമാത്രം സിൻസിയറിറ്റി ചിത്രത്തിലുണ്ടാവും. ഒബ്വിയസ്ലി യാർ, ആദ്യത്തെ പടമല്ലേ, ഇതിന് സിൻസിയർ അല്ലെങ്കിൽ വേറെ എവിടെയാണ് നമ്മൾ സിൻസിയർ ആകാൻ പോകുന്നത്? സോ എൻ്റെ സംഭവം ഉണ്ടാവും. മലയാളികൾ പൊതുവെ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ നവാഗതരെ സ്വീകരിക്കാൻ ഒരുപാട് മടി കാണിക്കുന്നവരാണ്. ഒരു സംവിധായകനായിട്ട് ഈ ചിത്രം ചെയ്തപ്പോൾ പ്രേക്ഷകരോട് അത്തരം ഒരു മുൻവിധി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് മുൻവിധി എന്ന് പറഞ്ഞാൽ നല്ല പടം ചെയ്താൽ അത് ആര് ചെയ്താലും, സ്റ്റാർസ് ആയാലും പുതിയ ആൾക്കാരായാലും സ്വീകരിക്കാനുള്ളൊരു ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഈ മറ്റേ അംഗീകരിക്കുന്നത്, അത് അവർ കുറ്റം കണ്ടെത്തുന്നു എന്നൊക്കെ പറയണത്, അത് ആ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ മലയാളി ആയിട്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് അബൌട്ട് ബീങ് സിൻസിയർ. നമ്മൾ സിൻസിയറായിരുന്നാൽ ഒരാളും കുറ്റം കണ്ടെത്താൻ പോകുന്നില്ല. പറയും അവൻ സിൻസിയറായിട്ട് അത് ചെയ്തു എന്നെങ്കിലും, അതും ചെയ്യും നമ്മുടെ ആൾക്കാർ. പക്ഷേ ആദ്യ സിനിമ ഇറങ്ങുമ്പോൾ മലയാള സിനിമ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു സിദ്ധാർത്ഥ? മലയാള സിനിമ ഇപ്പോൾ ഒരു ചേഞ്ചിങ് ഫേസിലാണ്. എന്നുവെച്ചാൽ ഒരുപാട് യങ് ബ്ലഡ് വരുന്നുണ്ട്, കുറേ യങ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരുന്നുണ്ട്, യങ് ആയിട്ടുള്ള തോട്ട്സ് കുറേ വരുന്നുണ്ട്, കാഴ്ചപ്പാടിൻ്റെ ഒരു സാധനം. സോ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ചേഞ്ചിങ് ഫേസാണ്. അതിലൊരു ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ. ഓക്കെ, ഈ ഭരതൻ ചിത്രങ്ങളിൽ എപ്പോഴും നല്ല ദൃശ്യഭാഷയായിരിക്കും, പാട്ടുകളിലായാലും വിഷ്വൽസിലായാലും. ഈ സമീറിൻ്റെ ക്യാമറയ്ക്ക് ഈ കഥയോട് എത്രമാത്രം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അത് ഞങ്ങൾ ഇപ്പോൾ ഈ പടത്തിൽ എൻ്റെ കൂടെ ഇതേമാതിരി ഞങ്ങൾ യാത്ര ചെയ്യും, എൻ്റെ കൂടെ തന്നെ എൻ്റെ കാഴ്ചപ്പാട് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് സമീർ ഈ പടത്തിൽ ആസ് എ DOP. പിന്നെ ഞാൻ അഭിനയിക്കാൻ കൂടെ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് വേറൊരു സെയിം കൂടെ ഉണ്ട് അവിടെ, കുറച്ചൊരു ഡയറക്ടോറിയലും ആവണം അവിടെ ആള്. നമ്മൾ ചെയ്യണത് കറക്റ്റാണോ, ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടോ, ഇതാണ്. സോ അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അയാൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കറക്റ്റ് ലെഫ്റ്റനൻ്റാണ്, എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അയാളായിരുന്നു എൻ്റെ ഞാൻ ആളെയാണ് നോക്കണത് എല്ലാ കാര്യത്തിനും. ആളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെയാണ് നോക്കുന്നത്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഐ തിങ്ക് റിയലി സ്പാർക്ക്. സോ അതിൻ്റെ ഒരു ഈക്വേഷൻ കറക്റ്റാക്കി എൻ്റെ കൂടെ ഞാൻ പറയുന്ന ഒരു സാധനം ഓക്കെയാണ്, നീ പറയണത് ഇതാണ്, അല്ലെങ്കിൽ മച്ചാനെ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയും കൂടെ നോക്കുവാണെങ്കിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു സാധനം, ഒരു പ്രോസസ് ഓഫ് ക്രിയേഷൻ. ഒരു സത്യം പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും നിദ്രനെ സംബന്ധിച്ചിടത്തോളം. സോ ഒരു അമ്മയുടെ വാത്സല്യം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ വാത്സല്യവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഭരതൻ എന്ന സംവിധായകനാണോ ഭരതൻ എന്ന അച്ഛനാണോ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? എന്നെ ഭരതൻ എന്ന അച്ഛൻ എന്നെ എൻ്റെ ഇപ്പോൾ ഉള്ള എൻ്റെ ബേസിക് ആറ്റിറ്റ്യൂഡ്, ഞാൻ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൽ എന്നെ എൻ്റെ അച്ഛൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സിനിമ എടുക്കുന്ന സ്ഥലത്ത് ഒരു സംവിധായകനായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അയാൾ പറയാൻ ശ്രമിക്കുന്ന കഥകൾ, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേഖലകൾ, മനുഷ്യൻ്റെ മനസ്സ് കയറി പോകാവുന്ന ഏരിയാസ്. സോ അതൊക്കെ ഐ തിങ്ക് ആസ് എ ഡയറക്ടർ ആണ് എന്നെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ നമ്മളിൽ കണ്ട സിദ്ധാർത്ഥത്തിൽ നിന്നും എത്രമാത്രം മാറിയിട്ടുണ്ട് സിദ്ധാർത്ഥ? അത് ഒബ്വിയസ്ലി മാൻ, 9 കൊല്ലത്തിൻ്റെ ഒരു വളർച്ച നമ്മളുടെ ഉള്ളിൽ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും, എനിക്കും ഉണ്ടായ മാതിരി തന്നെ. സോ ഞാൻ 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നമ്മൾ അഭിനയിക്കുന്നത്, 28 വയസ്സായിരിക്കും ഇപ്പോൾ. സോ അതിൻ്റെ ഇടയിൽ ഞാനൊരു കല്യാണം കഴിച്ചു, ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, ആക്ടിങ് കരിയർ ഞാൻ ക്വിറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാമായി ഒരു വളർച്ച ഉണ്ടാവുമല്ലോ. അത് ഇപ്പോൾ എല്ലാവരും ലൈഫിൽ പഠിക്കുന്നതാണ്, അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രമുള്ള വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു വർഷങ്ങളുടെയും ആ ഒരു വളർച്ചയുടെ ഇത്രയും മാത്രമേ ഉള്ളൂ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോഴും എൻ്റെ പല കാര്യങ്ങളും ഞാൻ തെറ്റാണെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ബാക്കിയുള്ളവർ വേണം പറയാം എന്തുമാത്രം മാറിയതുള്ളത്. ഇപ്പോൾ അഭിനയം കഴിഞ്ഞിട്ട് സംവിധാനത്തിലേക്ക് വന്നു, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അഭിനയത്തിൽ ഒരു പൂർണ്ണത ലഭിക്കാത്ത, അല്ലെങ്കിൽ അഭിനയത്തിൽ സംതൃപ്തി ലഭിക്കാത്തതുകൊണ്ടാണോ സംവിധായകൻ, അല്ലെങ്കിൽ സംവിധായകനാവണം എന്ന് തന്നെയായിരുന്നോ ആദ്യം? കഥ പറയണമെന്ന് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു. കഥ പറയാനുള്ളൊരു മീഡിയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു
ഒരു മീഡിയം വേറെ ഇല്ല. എനിക്ക് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഈ മീഡിയത്തിലൂടെ എനിക്കത് പറ്റും. എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളുണ്ട്, ഈ സൊസൈറ്റിയുടെ കാര്യങ്ങളായാലും അല്ലാതെ നമ്മുടെ പൊളിറ്റിക്കൽ സീനായാലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാനാണ്. അത് എനിക്ക് ഈ മീഡിയത്തിലൂടെ പറ്റുള്ളൂ. ഇഫ് ഐ വാസ് എൻ ആക്ടർ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റും. ബിക്കോസ് വിളിക്കുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ ചെയ്യാൻ പറ്റും. സോ വല്ലപ്പോഴും കിട്ടിയാലായി എന്നുള്ളത്. സോ അങ്ങനെയല്ല, നമുക്കൊരു മീഡിയം ഉള്ളപ്പോൾ ആൻഡ് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കറിയാമെങ്കിൽ എന്തിനാണ് നമ്മളതിനെ വേസ്റ്റ് ചെയ്യുന്നത്? നമുക്കത് അത് ചെയ്തത്. അപ്പോൾ 81 നിദ്രയിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായാണ് പുതിയ പടം? 81 നിദ്രയിൽ നിന്നും 2012 നിദ്ര എന്ന് പറയുന്നത് എത്രയും തന്നെ വർഷങ്ങളുടെ ചേഞ്ചസ് ഉണ്ട്. മൊബൈൽ ഫോൺസ് ഇല്ലാത്ത കാലഘട്ടത്തായിരുന്നു ഈ പടം ചെയ്തിരുന്നത്. ഇന്ന് മൊബൈൽ ഫോണിൽ ഒരു മൂവി വരെ ബഫർ ചെയ്ത് കാണാനുള്ള ടെക്നോളജി. സോ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു ചേഞ്ചസും ആ ഒരു പീരീഡിൻ്റെ ഒരു സാധനം നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പം ലളിത ചേച്ചിയെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും സംവിധായകൻ മകനായി മാറാറുണ്ടോ? ഇല്ല, ഞാൻ അമ്മേനെ ഇതിന് മുമ്പേ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കോളേജ് ഷോർട്ട് ഫിലിം ഞാൻ അമ്മേനെ വെച്ചാണ് ചെയ്തത്, മെയിൻ ക്യാരക്ടർ. സോ അവരൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അല്ല വർക്ക് ചെയ്യാനായിട്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ളൊരു സീനിയോറിറ്റിയും സാധനമൊക്കെ ഉണ്ടാവും. ലൈക്ക് അമ്മയ്ക്ക് 2 ടേക്കിൻ്റെ മുകളിൽ പോകണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മളാണെങ്കിൽ 5-6 വരെ പോകും, കിട്ടണവരിക്കും വിടില്ല നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ അടുത്തൊന്നും പറയില്ല. അതാണ് ഈ അമ്മയുടെ ഒരു അഡ്വാൻറ്റേജ്. അഥവാ പറയുവാണെങ്കിൽ തന്നെ നമുക്ക് തിരിച്ച് പറയാം. വേറെ മറ്റേ ആർട്ടിസ്റ്റ് ഉടക്കി അങ്ങനത്തെ എല്ലായിരുന്നു അല്ല അവിടെ. സോ ഇറ്റ്സ് ഹാൻഡിലബിൾ. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ സ്ക്രിപ്റ്റിലായാലും കാര്യങ്ങളിലായാലും ഞാൻ അമ്മയുടെ അടുത്ത് പോയി എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്, എൻ്റെ 1 ലൈൻസ് ഞാൻ വായിക്കാറുണ്ട്, എൻ്റെ പാട്ടുകൾ ഞാൻ പോയി അമ്മേനെ കേൾപ്പിക്കാറുണ്ട്. ആരെങ്കിലും ഒരാളെ കാസ്റ്റ് ചെയ്താലും ഞാൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട്, അഭിപ്രായം ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു അമ്മ എന്നുള്ളൊരു ലൈനിൽ തന്നെ. ആൻഡ് അതിൻ്റെ കൂടെ കിട്ടുന്ന ആഡഡ് അഡ്വാൻറ്റേജസ് 35 വർഷത്തെ ഇവരുടെ സിനിമ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ ഈ സിനിമ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംഗീതത്തിലൂടെ ഞാൻ പറയുന്നുണ്ട്. സോ ഇതിൽ ജാസി ചേട്ടൻ ആണ് മ്യൂസിക്. 2 പാട്ട് ചെയ്തിട്ടുണ്ട് ജാസി ചേട്ടൻ. ഒരു കല്യാണം സോങ്ങും ശലഭമഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഒരു ഇച്ചിരി നൊസ്റ്റാല ഫീലൊക്കെ തരുന്ന ഒരു സാധനം. ഈ ഭരതൻ്റെ മകനായതുകൊണ്ട് സിദ്ധാർത്ഥിന് ഒരു പക്ഷേ സിനിമയിലേക്ക് ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി വരാൻ താരതമ്യേന എളുപ്പമായിരുന്നു. പക്ഷേ ഇതുപോലെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. ഈ നവാഗതരോട് പൊതുവെ ഹിപ്പോക്രറ്റിക് ആണോ ഈ ഫിലിം ഇൻഡസ്ട്രി? ഒബ്വിയസ്ലി, ബിക്കോസ് ഒരു പുതിയ ഒരാളെ വിശ്വസിച്ച് 2 കോടി രൂപ ഒരാൾ ഇറക്കുകയാണ്. അയാൾ അതിൽ പേടിക്കുന്നതിൽ നമ്മുടെ ഒരു 10 രൂപ ഒരു സുഹൃത്ത് വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്, തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളത് അറിയാം. അപ്പോൾ ആ 2 കോടിയുടെ വിലയില്ല അതിനകത്ത്. സോ ദാറ്റ് ഈസ് ദർ. ഇറ്റ്സ് ഓൾ ഗെയിം ആൻഡ് പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളപ്പോൾ അതിനെ തരണം ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഭരതൻ്റെ മകനായതുകൊണ്ട് എനിക്ക് ആൾക്കാരെ പോയി മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, വിശ്വസിക്കില്ല. അത് ഇവിടെ എത്രയോ ആൾക്കാർ. പിന്നെ ഞാൻ 4 കൊല്ലമായിരുന്നു ഒരു സിനിമ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ട്. ഇപ്പോഴാണ് ഞാൻ ഒരെണ്ണം എത്തിച്ചത്. അത് ഒരുപാട് ആൾക്കാർ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറയണത് ഒരുപാട് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഈസിലി ഡാമേജ് ചെയ്യപ്പെടാവുന്ന ഒരാളാണ് ഭരതൻ്റെ മകൻ.
ഇപ്പൊ ഞാനൊരു സിഗരറ്റ് വലിച്ചാലോ ഞാനൊരു സ്മോൾ കഴിച്ചാലോ ഭൂലോക പ്രശ്നമാണ് ഇവിടെ. അതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതങ്ങോട്ട് വേറൊരു രീതിക്കാണ് അത് ഹൈലൈറ്റ് ആവുന്നത്. സാധാരണ മനുഷ്യൻ തന്നെയാണ്. അപ്പൊ എനിക്കും വിശക്കും, ഞാനും തൈരും കൂട്ടി ചോറുണ്ടു, അത്ര തന്നെ ഉള്ളൂ. അത് ഭരതന്റെ മകനായെന്നും പറഞ്ഞിട്ട് അതൊന്നും പാടില്ലാതുണ്ടോ? ഇല്ലല്ലോ. സോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബട്ട് ദർ ഇസ് എൻ അഡ്രസ് ഓൾവേസ്. ഭരതേട്ടൻ്റെ മാമ വന്നുണ്ട്, അല്ലെങ്കിൽ ലളിത ചേച്ചിയുടെ മാമ വന്നുണ്ട്. ദാറ്റ് ഈസ് ദാറ്റ്. ഈ നമ്മൾ ഈ പറഞ്ഞ പുറത്തുള്ള ഈ നവാതകർക്ക് ഇല്ലാത്തൊരു സാധനം അതാണ്. പക്ഷെ അതേ സമയത്ത് ഈ നവാതകർക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി. ഈ നവാതകർക്ക് ഇവിടെ ആരെങ്കിലുമായിട്ട് അടി ഉണ്ടാക്കി പറഞ്ഞാൽ അടിക്കാന്ന് പറഞ്ഞാൽ ഒരു ബാറി കയറി അടിക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ഒരാൾ അറിയാനും പോകത്തില്ല. പക്ഷെ നമുക്കത് പറ്റൂല. പിന്നെ അവസാനമായിട്ട് എന്തുകൊണ്ട് ആൾക്കാർ നിദ്ര കാണണം? എന്തുകൊണ്ട് ആൾക്കാർ നിദ്ര കാണണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയല്ലേ കണ്ടൂടെ? ഇവിടെ എത്രയോ സിനിമകൾ വരണം, അതിൻ്റെ ഇടയിൽ ഇതും വരണം. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും പലതായിരിക്കും ഒന്ന് കിട്ടണം. ബിക്കോസ് നമ്മൾ കുറേ ഇങ്ങനത്തെ ഈ പറഞ്ഞ മാതിരി ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. ഞാൻ പിന്നെ ഇത് അഡൽട്സിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തൊരു സിനിമയാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ഐ എം മേക്കിംഗ് എ സോഫ്റ്റ് പോൺ. ഞാൻ വെറുതെ അഡൽട്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അവരുമായിട്ട് സംസാരിക്കാനുള്ളത്. ഇതിനകത്ത് മറ്റേ പഴത്തൊല്ലി ചവിട്ടി വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പിള്ളേർക്ക് കണ്ട് ആസ്വദിക്കാനോ ഒരു സാധനമില്ല. കുറച്ചൊരു മെച്ചുവേർഡ് ഓഡിയൻസിനാണ് ഞാൻ സംസാരിക്കാൻ നോക്കുന്നത്.